വടക്കൻ കാലിഫോർണിയയിൽ ശക്തമായ ഭൂകമ്പം. റിക്ടർ സ്കെയിലിൽ 7 രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് ആൾനാശമുണ്ടായിട്ടില്ലെന്ന് അധികാരികൾ അറിയിച്ചു. നേരത്തെ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും പിന്നീട് പിൻവലിച്ചു. കാലിഫോർണിയയിലെ ചെറുപട്ടണമായ ഫെൻഡനിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? എപ്പോഴാണ് ഭൂകമ്പം ഉണ്ടായത്? മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തത്. നേരത്തെ ദൃശ്യ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു സുനാമി മുന്നറിയിപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അത് പിൻവലിച്ചു. റിക്ടർ സ്കെയിലിൽ 7 രേഖപ്പെടുത്തിയ ഭൂകമ്പം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലിഫോർണിയയിലെ ഫെൻഡനിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അതീവ ഗുരുതരമായ സാഹചര്യങ്ങൾ ഇല്ല എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. എങ്കിലും ശക്തമായ ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. റിക്ടറിൽ 7 രേഖപ്പെടുത്തുന്നു എന്നുള്ളത് ഭൂകമ്പത്തിന്റെ തീവ്രത ഉയർന്ന തീവ്രതയുള്ള ഒരു ഭൂകമ്പമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രാഥമികമായ വിവരങ്ങൾ പുറത്തു വരുന്നത്. എങ്കിലും മറ്റു പ്രശ്നങ്ങൾ, അതായത് കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ദശലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഇരുട്ടിലായിട്ടുണ്ട്. അതായത് പവർ സപ്ലൈ എല്ലാം തന്നെ തകർന്ന ഒരു സാഹചര്യമുണ്ട്. അതെല്ലാം പുനഃസ്ഥാപിക്കേണ്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു മുൻപ്, അതായത് നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ആഫ്റ്റർ ഷോക്സ്, അതായത് സ്വാഭാവികമായും പുനർഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ തുടർ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരം തുടർ ഭൂകമ്പങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് പുരോഗമിക്കുന്നത് എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അറിയിക്കുന്നത്. കാലിഫോർണിയയിലെ ഫെൻഡനിൽ കേന്ദ്രീകരിച്ച് നടന്ന അല്ലെങ്കിൽ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമായിരുന്ന ഭൂകമ്പം വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. നമുക്കറിയാവുന്നതാണ്, ഭൂകമ്പ പ്രതിരോധ സംവിധാനങ്ങൾ കൃത്യമായി അല്ലെങ്കിൽ ഭൂകമ്പ പ്രതിരോധ നിർമ്മാണങ്ങൾ നടന്നിട്ടുള്ള ഒരു നഗരമായതുകൊണ്ട് തന്നെ അതീവ ഗുരുതരമായ അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രാഥമികമായ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്നാൽ കുറെ കൂടി സ്ഥിരീകരിച്ച വിവരങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചിട്ടുമുണ്ട്.